നമസ്തേ സർവേഷാം നമസ്കാരഃ. അദ്യ സംസ്കൃതദിനം. ഇന്ന് ദേശീയ സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് എല്ലാ വർഷവും സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. അളവറ്റ വിജ്ഞാനത്തിൻ്റെയും കലാശാസ്ത്രാദി സമ്പത്തിൻ്റെയും കലവറയാണ് സംസ്കൃത ഭാഷ. ഭാരതീയ ഭാഷകളുടെ അമ്മയാണ് സംസ്കൃത ഭാഷ. അതീവ സമൃദ്ധവും പരിഷ്കൃതവുമാണ് ഈ ഭാഷ. അതുകൊണ്ടാണ് ഈ ഭാഷയെ സംസ്കൃതം എന്നു പറയുന്നത്. സംസ്കൃതം എന്നാൽ ശുദ്ധീകരിച്ചത് എന്നാണ് അർത്ഥം. വേദോപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, ധർമ്മശാസ്ത്ര, ഗണിത, ആയുർവേദ, സംഗീത, അർത്ഥശാസ്ത്രാദികൾ എല്ലാം സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയുടെ കാവ്യസമ്പത്ത് അപൂർവവും അമൂല്യവുമാണ്. നമ്മുടെ സംസ്കാരം സംസ്കൃത ഭാഷയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഭാരതത്തിൻ്റെ ആധാരഭൂതമായ ഈ വേദാവാണി എല്ലാവരും പഠിക്കുക, പോഷിപ്പിക്കുക. അതിലൂടെ അനശ്വരങ്ങളായ ജീവിത മൂല്യങ്ങളെ പകർത്താനും അറിവിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും സംസ്കൃത ദിനാശംസകൾ. ജേതു സംസ്കൃതം, ജേതു ഭാരതം. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം, ഹാരാ ന ചന്ദ്രോജ്വലാ, ന സ്നാനം ന വിലേപനം ന കുസുമം, നാലം കൃതാ മൂർധജാ, വാണ്യേകാ സമലം കരോതി പുരുഷം, യാ സംസ്കൃതാ ധാര്യത്തെ, ക്ഷീയന്തെ ഖലു ഭൂഷണാനി സതതം, വാഗ്ഭൂഷണം ഭൂഷണം. നല്ല സ്വർണ്ണ തോൾവളകളോ ചന്ദ്രപ്രഭയുള്ള ഹാരങ്ങളോ അല്ല മനുഷ്യന് ഭൂഷണമായിരിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള കുളിയോ ചന്ദനലേപനങ്ങൾ തേക്കുന്നതോ പൂക്കൾ ചൂടുന്നതോ അല്ല മനുഷ്യനെ യോഗ്യനാക്കുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന സംസാരവും സംസ്കാരയുക്തമായ ഭാഷയുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അലങ്കാരം. ധന്യവാദഃ.